Eastern salt and pepper. Bum 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 bum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് ഞാൻ നിൽക്കുന്നില്ല, സത്യത്തിൽ ഇരിക്കുന്നത് ഇടപ്പഴിഞ്ഞി ജംഗ്ഷനിലാണ്. ഇടപ്പഴിഞ്ഞി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയാം. ഇടപ്പഴിഞ്ഞി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റാണ്. അതോടൊപ്പം ഇടപ്പഴിഞ്ഞിൽ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറുമ്പോൾ കുറച്ച് നടക്കുമ്പോഴേക്കും പാങ്ങോട് ഇന്ത്യൻ മിലിറ്ററിയുടെ ക്യാമ്പുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാ എൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ മാവ് പൂത്ത് നിൽക്കുകയാണ് അല്ലേ. ഈ മാമ്പൂ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നില്ലേ. ഒരു പഴമയിലേക്ക് നമ്മൾ പോകും. കാരണം മാവിലിറങ്ങിയൊക്കെ ഒരു കാലം പെട്ടെന്ന് ഓർമ്മ വരും. അതൊക്കെയാണ് ശരിക്കും നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ഇതാ ഞാൻ ഇരിക്കുന്നത് ഒരു ബുള്ളറ്റിലാണ്. ബുള്ളറ്റ് നമുക്കറിയാം, പണ്ടത്തെ ബുള്ളറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുള്ളറ്റിലുണ്ട് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ. അങ്ങനെ ഈ നൊസ്റ്റാൾജിയയിലൂടെയാണ് ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ യാത്ര ചെയ്തപ്പോഴേക്കും ഒരു കാര്യം, നമ്മൾ ഭക്ഷണമാണല്ലോ, ഈ ഭക്ഷണത്തിലുമുണ്ട് നമുക്ക് ചില പഴയ ഓർമ്മകൾ, നൊസ്റ്റാൾജിയ. അങ്ങനെ തിരുവനന്തപുരം സിറ്റിയിലും ഇപ്പോൾ ഭക്ഷണത്തിലൊരു നൊസ്റ്റാൾജിയുണ്ട്. ആ നൊസ്റ്റാൾജിയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നൊസ്റ്റാൾജിയ അറിയണ്ടേ? വരും. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ നൊസ്റ്റാൾജിയ. തിരുവനന്തപുരത്തെ നൊസ്റ്റാൾജിയ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ഊണ്, കപ്പ, മീൻകറി, ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ചപ്പാത്തി, എന്തൊക്കെയാണോ നമ്മുടെ നൊസ്റ്റാൾജിയ അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വിഭവം തേടി ഞാൻ കടന്നു ചെല്ലാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു സൂപ്പർ വിഭവമായിരിക്കും ഇന്ന് നമ്മുടെ അടുപ്പിൽ വേകാൻ പോകുന്നത്. നേരെ പോവുക, വരും. മാഡം നമസ്കാരം. പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. ഹലോ. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാഡത്തിന്റെ പേര്? ക്രിസ്റ്റീന. ഇവിടുത്തെ മാനേജിംഗ് പാർട്ണറാണ് മാഡം. അപ്പോൾ എന്തൊക്കെയാണ് ഈ നൊസ്റ്റാൾജിയന്റെ പ്രത്യേകതകൾ ഭക്ഷണത്തില്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ റേറ്റ് ആണ്, മിതമായ നിരക്കാണ് ഇവിടെ. അത് ശരിയാ, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഭക്ഷണത്തിന്, അതായത് മീൻകറി, കപ്പ, ചോറ്, എല്ലാം കൂടിയുള്ള ഒരു നല്ല ഊണിന് 60 രൂപയേ ഉള്ളൂ. അത് ഞാൻ കേട്ടു. പിന്നെ ബാക്കി പ്രത്യേകത നാടൻ പാചക രീതിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫിഷൊക്കെ പർച്ചേസ് ചെയ്യുന്ന അന്നന്ന് വിഴിഞ്ഞത്ത് പോയി. വിഴിഞ്ഞത്തിനാണോ മേടിക്കുന്നത്? അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന മീനിനെ അന്ന് തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ള പച്ച മീനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഗുഡ് ഗുഡ്. പിന്നെ ചിക്കൻ ആണെങ്കിലും കെപ്കോയുടെ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. വെജിറ്റബിൾസ് വീട്ടിൽ കഴുകും പോലെ തന്നെ ഇവിടെ ഉപ്പുവെള്ളത്തിലിട്ട് കഴുകുകയാണ്. അയ്യോ, അതൊരു പുതിയ അറിവാണല്ലേ, നല്ലൊരു അറിവാണ്. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഉപ്പ് വെള്ളത്തിൽ ഒരുപാട് സമയം മുക്കി വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കും പോലെ വളരെ ശരിക്കും നൊസ്റ്റാൾജിയ തന്നെ, ഗൃഹാതുരത. മാഡം, അതുപോലെ തന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം, ഇവിടെ ഈ ഭക്ഷണമേള ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബിരിയാണി മേള, എന്തൊക്കെയാ? ഇടയ്ക്ക് ഞങ്ങൾ ബിരിയാണി മേള വെക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടൻ സദ്യ വെക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ലൈവ് കിച്ചൺ ഉണ്ടല്ലേ പുറത്ത്? ലൈവ് കിച്ചൺ ഉണ്ട്. അത് ചൈനീസ് ആണ്? ചൈനീസും ഉണ്ട്, നാടനും ഉണ്ട്. ഈ ചൈനീസിനും ഈ പറയുന്ന വിലയൊക്കെ കുറവാണോ? വില കുറവാണ്. ആണോ? അപ്പൊ ധൈര്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കാല്ലേ എല്ലാവർക്കും. വലിയ സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടുത്തെ നല്ലൊരു ഡിഷ് കുക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായിരിക്കും? എല്ലാ ഡിഷും നല്ലതാണ്. അത് ഷെഫുമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച്. ഓക്കെ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഷെഫിനെ പരിചയപ്പെട്ടിട്ട് ഷെഫിനെയും വിളിച്ചു വരാം. എന്നിട്ട് ഷെഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നല്ലൊരു ഭക്ഷണം നോക്കുണ്ടാക്കാം. അപ്പൊ ഞാൻ ഷെഫിനെ പോയി കണ്ടേച്ചിരട്ടെ. ചെറിയൊരു ബ്രേക്ക്, ഞാൻ ഇപ്പോൾ ഷെഫിനെയും തപ്പി വരും. ഓക്കെ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇന്നത്തെ വിഭവമൊക്കെ ഉണ്ടാക്കാനുള്ള നമ്മുടെ താരം താന്നിപ്പുണ്ട്, ഇവിടുത്തെ ഷെഫ്. അപ്പോൾ ചേട്ടാ, പേര്? മണി, സെൽവമണി. അടിപൊളി പേര്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് കൊഞ്ച് ബിരിയാണി.
കൊഞ്ച് ബിരിയാണി അടിപൊളി പ്രോൺസ് ബിരിയാണി അതാണ് ഉണ്ടാക്കാൻ പോണ. അപ്പം ഈ സാധാരണ ബിരിയാണി നിൽക്കുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി അല്ലേ? കൊഞ്ച് ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. കാരണം കൊഞ്ച് ഒരുപാട് അതിനകത്ത് ഇടണ്ടേ. ചിക്കന്റെ പീസ് ആകുമ്പോൾ എത്ര കിടക്കും. അപ്പൊ ഇത് ഒരുപാട് കൊഞ്ചിരിപ്പുണ്ടല്ലേ. ഇതിന് എന്തൊക്കെയാ വേണ്ട ഇൻഗ്രീഡിയൻസ്? കരിവേപ്പില, പൈനാപ്പിൾ, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പുതിനയില, മല്ലിയില, ബീൻസ്, മുളക് പൊടി, ക്യാരറ്റ്, കുരുമുളക് പൊടി, മസാല, നെയ്യ്, വെളിച്ചെണ്ണ, ഡാൽഡ, ഉപ്പ്, പച്ചമുളക്, കാലിമുളക്, മല്ലിപ്പൊടി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ അരിയും കൊഞ്ചും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. ഇത് ദം ചെയ്താണ് എടുക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ എത്ര കിലോ അരിയാണ് ഇത് 2.5 കിലോ അരി. 2.5 കിലോ അരിക്ക് എത്ര കൊഞ്ച്? 1 കിലോ കൊഞ്ച്. യെസ്, 2.5 കിലോ നമ്മൾ റൈസാണ് ഉണ്ടാക്കണമെങ്കിൽ അതിന് 1 കിലോ കൊഞ്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമ്മൾ ചേർക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ അരി എന്താണോ ക്വാണ്ടിറ്റി അതനുസരിച്ച് കൊഞ്ചിൻ്റെ മെഷർമെൻറ്റ് ഇത് വെച്ച് കണക്ക് കൂട്ടിയെടുക്കുക. അപ്പോൾ തുടങ്ങാം. അപ്പം തീ കൊളുത്തി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇനി ഡാൽഡ ഉപയോഗിക്കുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചത് അത് എത്ര ചേർക്കും നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ. അടുത്തതാണ് ഇഞ്ചി. 1 ടേബിൾ സ്പൂൺ. ക്യാരറ്റിനെ ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീൻസ്. ഇത് ഈ ബീൻസും ക്യാരറ്റും കൂടെ തന്നെ വരുമ്പോൾ തന്നെ ഈ ബിരിയാണിക്കിടയിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്നത് ഭയങ്കര കളർഫുൾ ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അതിന്റെ കളർ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഭംഗിക്ക് വേണ്ടിട്ട്. അടുത്ത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എത്ര ചേർക്കേണ്ടത്? 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെ ചേർക്കണം അല്ലേ? ഇതിപ്പോ എത്ര കപ്പ് അരി ഉണ്ടാവും? ഇത് 1 കപ്പ്. 1 കപ്പ് അരി. അതെ, നമ്മളെ വീട്ടിലുള്ള കപ്പല്ല കേട്ടോ, ഇത് ഇവിടെ ഉപയോഗിക്കുന്ന 1 കപ്പാ. അതിലേക്ക് 1 കപ്പ് ഉണ്ട്. ഇതാണോ 1 കപ്പ്? അതെ. പ്രത്യേകിച്ച് ഒന്നും തലമുണ്ടാക്കാനില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രം ഉപയോഗിച്ച് തന്നെ അതിന്റെ 2 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി തിളക്കണം. ഇത് കുറച്ച് ഉപ്പ് ഇടേണ്ടി വരും. ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാണ്. പുള്ളിക്കാരനെ കാണാൻ പാടവാ, അതുകൊണ്ട് കട്ടയ്ക്ക് വാരി ഇടണം. നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം ഇടാൻ. ഇത് നമ്മളിനി കുറച്ച് പുതിന, കുറച്ച് പുതിനയും രമ്പയും. ഓക്കെ, പുതിനയില ഇതായിരിക്കണം. രമ്പ അതിൽ തന്നെ ഉണ്ടല്ലേ? രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പുതിനയും രമ്പയിലയും. ഈ രമ്പയിലയാണ് സത്യത്തിൽ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയണത്. അതിൻ്റെ ഒരു മണം, രമ്പയിലേൻ്റെ ഒരു മണമാണ് നമുക്ക് ഈ ബിരിയാണിയുടെ മണമായിട്ട് നമ്മുടെ മൂക്കിലൊക്കെ അടിച്ചു കയറണത്. അപ്പോൾ തിളച്ച് കഴിഞ്ഞു നമ്മുടെ ബേസ് ആയിട്ടുള്ള നമ്മൾ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ, വെള്ളവും എല്ലാം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അരി ഉപയോഗിക്കാം. ഓക്കെ, അരി നേരിട്ട് തന്നെ കഴുകി വെച്ചിരിക്കുന്ന അരി. പ്രോൺസ് ബിരിയാണിക്കുള്ള അരി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര സമയം എടുക്കും ഇതിന്? ഒരു അരമണിക്കൂർ. ഈ അരി ഒന്ന് വെന്ത് വരട്ടെ. അരമണിക്കൂർ. ഇത് അരമണിക്കൂർ കൊണ്ട് പോകുന്നു. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് അങ്ങ് കഴിഞ്ഞിരിക്കുക. അപ്പോൾ തുറക്കാം. അതിനെ ഒന്ന് വെള്ളമൊക്കെ പറ്റി അതിനൊക്കെ ഒന്ന് കുറിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി. എല്ലാം ഫുൾ വെള്ളവും പറ്റി നല്ല ഷേപ്പിൽ അതിനെ ഒന്ന് കൂന കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് അടുത്തെന്താ ചെയ്യണം നമ്മള്? അടുത്ത കോൺസ് ഐറ്റംസ്. ഇനിയാണ് നമ്മുടെ കൊഞ്ചിനെ ഒന്ന് തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് കൊഞ്ച് തയ്യാറാക്കാൻ പോകണം.
ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. പെട്ടെന്ന് മടങ്ങി വരും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. ആരും പോകരുത്, ദാ വരുന്നു ബ്രേക്ക്. മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. അപ്പൊ നമ്മുടെ ചോറ് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് എന്ന് പറയണ അല്ലല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണം. അതിൻ്റെ ബാക്കി ചേരുവകളും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ബിരിയാണീൻ്റെ പേര് തന്നെ മാറിപ്പോണത്. മട്ടൻ ബിരിയാണി എന്നോ ചിക്കൻ ബിരിയാണി എന്നോ. ബട്ട് ഇന്ന് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് രുചികരമായ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ക്യൂ നിന്ന് കഴിക്കുന്ന പ്രോൺസ് ബിരിയാണിയാണ്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. അനുഗ്രഹിച്ചാലും അതിലേക്കായിട്ട് ഇത് എന്ത് വെളിച്ചെണ്ണ ചേർക്കണം. അടുത്ത് ചെറിയ ഉള്ളി 1/2 കിലോ. 1/2 കിലോ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇഞ്ചി, അടുത്ത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. അടുത്ത് കാലിമുളക്, പച്ചമുളക്. ഇതെന്ത് പറഞ്ഞ കാലിമുളക്? ഇനി അല്പം ഉപ്പ്, ശകലം ഉപ്പ്. ഇനി അടുത്ത് നമ്മളെ പ്രോൺസ്. ഇനിയാണ് കൊഞ്ച് അതിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ഇടട്ടെ? അതെ. ഒരു 5 മിനിറ്റ് ആ കൊഞ്ച് ഒന്ന് ആവിയും കൂടെ അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് തയ്യാറായിട്ടുണ്ടല്ലേ? ഇനി അതിൽ മസാല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടുന്നത്. ശരി, ആയിക്കോട്ടെ. ഒരു പുതിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ 2 സ്പൂൺ മുളക് പൊടി. ഓക്കെ. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. കുരുമുളക് പൊടി. അടുത്ത മസാല, ഗരം മസാല അല്ലേ? ഗരം മസാല 1.5 സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇത്രയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എണ്ണയിൽ. താങ്കൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടാറുണ്ട്. ഉണ്ടോ? ഒരു പാട്ട് പാടാമോ? ചുമ്മാ കേൾക്കാൻ. താം തോം തോം തിത്തിന തോം തനനോം തനനോം നാഗരികതനതം തിത്തിന തോം 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 തിത്തിന തോം തനനോം. അടിപൊളി. കൊഞ്ച് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. കൊഞ്ചിലേക്ക് നമ്മളിപ്പോൾ ഈ വഴറ്റിയെടുത്ത മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കാൻ പോകണം. അത് ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല മണം വന്നിട്ടുണ്ട്. റെഡിയായോ? റെഡിയായി. ഇനി ഒരല്പം കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇതാ ശരിക്കും ബിരിയാണി, യഥാർത്ഥ ബിരിയാണി തയ്യാറാവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബിരിയാണി ചോറ് അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുക. അപ്പോൾ അതിനൊന്ന് എല്ലായിടത്തും ഫില്ല് ചെയ്ത് ഇതിൻ്റെ മേളിൽ ഇനി അടപ്പ് വെച്ചിട്ട് ദം ചെയ്യാൻ പോവുക. ഇതിൻ്റെ പുറത്തിന് നമ്മൾ നെയ്യ് ഒഴിക്കണം. ഇതായിരിക്കും. അടുത്ത് ഡാൽഡ. പൈനാപ്പിൾ. ഇത് നമ്മൾ മല്ലിയില, പുതിന. അല്പം ആദ്യം ഏത് വേണം? പുതിന. അതിനെ ദം ചെയ്യാനായിട്ട് അടപ്പ് വെച്ച് അടച്ചു.
സാധാരണ ദം ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മൈദാമാവൊക്കെ വെച്ച് ഒട്ടിക്കാറുണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ? ഒട്ടിക്കാറുണ്ട്, ഇതിൽ അതിന് ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയണം. അപ്പോൾ അടുത്തൊരു മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ 2 സ്റ്റെപ്പ് കണ്ടു. ആദ്യം നമ്മൾ റൈസ് ഉണ്ടാക്കി, പിന്നെ ആ റൈസിനെ കൊഞ്ച് റെഡിയാക്കി, ആ കൊഞ്ചിനെ അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് ഇട്ട് മാറ്റി. ഇനി വീണ്ടും പാൻ വെച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. അല്പം നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കശുവണ്ടിയും നമ്മുടെ കിസ്മസ്, ഇതെന്താ പറയണേ ശരിക്കും? അണ്ടിപ്പരിപ്പ്, കിസ്മസ്. കിസ്മസ് രണ്ടും കൂടെ ഇട്ട് എടുക്കുകയാണ്. എനിക്ക് മുന്തിരിങ്ങ തന്നെ അറിയാവുന്നത്. ആയിട്ടുണ്ട്, അത് റെഡി. അങ്ങനെ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഏകദേശം തയ്യാറായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണോ? ആയോ? ആണോ? 2 മിനിറ്റിന് 2 മിനിറ്റ് അടച്ചു വെക്കണം. ഈ അടച്ചു വെക്കുന്നതിനാണ് ദം ചെയ്യാന്ന് പറയണത്. ഇത് ഫുള്ള്, അതായത് എയർ ടൈറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഇവിടെ മൈദാ മാവ്, ഗോതമ്പ് മാവൊക്കെ വെച്ച് ഒട്ടിക്കണമായിരുന്നു. അപ്പം അത് വേണ്ട. 2 മിനിറ്റാണ് പറഞ്ഞിരിക്കണേ, 2 മിനിറ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയി എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? നമ്മളിത് തുറക്കുമ്പോൾ കറക്റ്റായിട്ട് ആവി വരും. ആവി വരും അല്ലേ? ഇപ്പൊ ആവി വന്നിട്ടുണ്ടാവും. എന്നാ ശരി, നമ്മുടെ പ്രോൺസ് ബിരിയാണി തയ്യാറായിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിനകത്ത് ഒന്നും ചേർക്കാനില്ല. ഇത് നേരെ നമുക്ക് കഴിക്കാം, വിളമ്പി. ശരി, തുറക്കാൻ പോവുകയാണ്. കാണാൻ തന്നെ ഒരു ഭംഗി, അസലും മണവും. ഈ മണം കേട്ടാൽ മതിയല്ലേ ഓടി കഴിക്കാൻ. അപ്പൊ നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. എത്ര സിമ്പിളായിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത്? ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് ഇത് ഉണ്ടാക്കാൻ തന്നെ തോന്നില്ലേ? തോന്നുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കണം. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായി ഈ മനോഹരമായ ബിരിയാണി ഒന്ന് കണ്ടോളൂ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ, സമ്മതിച്ചിരിക്കണം. ഈ കൊല്ലം കണ്ടാലും ഇല്ലം വേണ്ട എന്ന് പറയും. അതുപോലെ ഈ കൊല്ലം ബിരിയാണി കഴിച്ചാൽ പിന്നെ ഇല്ലത്തുള്ള, അതായത് വീട്ടിലുള്ള ഒരാഹാരവും വേണ്ട. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അസാധ്യ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഒരുപാട് നമ്മൾ ഈ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കത്തില്ല. കാരണം അമിതമായിട്ടുള്ള എണ്ണയോ ഒന്നും അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും കിട്ടുന്നില്ല. നല്ല എന്താണ്, ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ നല്ല തുറതുറായി ഇങ്ങനെ ചോറ് കിടക്കുന്നുണ്ട്. അപ്പം അത് കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ ഗംഭീരം. എനിവേ, ഇത്രയും മനോഹരമായ ഈ കൊല്ലം സ്റ്റൈൽ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ അറിയണ്ടേ? ഒരു റീക്യാപ്പ്. ഇത് കൃത്യമായിട്ട് ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇഷ്ടക്കേടോ അത്ര ടേസ്റ്റ് തോന്നിയില്ലെങ്കിൽ നേരെ നൊസ്റ്റാൾജിയിലേക്ക് പോരുക. ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രുചി ജീവിതകാലത്തോളം ഒരു നൊസ്റ്റാൾജിയായിട്ട് തന്നെ നിൽക്കും എന്ന് മാത്രം പറയണു. വയറിന് നല്ല വിശപ്പുണ്ട്. ചേട്ടനുമില്ല മണിച്ചേട്ടാ, നമുക്ക് പോയി കഴിക്കണ്ടേ? അപ്പോൾ മണിച്ചേട്ടൻ്റെ ഈ നല്ല ഒരു കൈപുണ്യം പരിചയപ്പെടുത്തിയ സന്തോഷമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു രുചിയുടെ കഥയുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ടാറ്റാ,
ബൈ ബൈ.